ഇന്ന് ഒരു അച്ഛനെയും മകനെയുമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. തൃപ്പൂണിത്തുറ നഗരസഭാ തിരഞ്ഞെടുപ്പിലെ സംവരണ വാർഡുകളിലെ NDA സ്ഥാനാർത്ഥികളായിട്ടാണ് ഇരുവരും മത്സരിക്കുന്നത്. ആദ്യം തന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. നമസ്തേ, എൻ്റെ പേര് ഡെയ്സൺ. ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? 26 പുതിയാവും. എൻ്റെ പേര് ശരിക്കും രാജപ്പനാണ് എൻ്റെ ഒഫീഷ്യൽ പേര്, പക്ഷേ എന്നെ എല്ലാവരും രാജൻ പനക്കൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ അറിയാൻ എനിക്ക് ആഗ്രഹം. അപ്പോൾ ഞാൻ മത്സരിക്കുന്നത് മേക്കര 24-ാം വാർഡിലാണ്. ഇതിപ്പോൾ രണ്ടാം തവണയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. രണ്ടാം തവണയാണ്. എങ്ങനെയുണ്ട് ആളുകളുടെ പ്രതികരണമൊക്കെ? ആളുകളുടെ പ്രതികരണം എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നല്ല ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോരുമ്പോൾ അതിനോട് ബേസ് ചെയ്തിട്ട് ജനങ്ങളിപ്പോൾ NDAക്കൊപ്പം നിൽക്കുന്നു. ഇത് കന്യംഗമാണ് അല്ലേ? ഈ കന്യംഗത്തിൽ ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ്? അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയത് എങ്ങനെയാണ്? സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? പ്രത്യേകിച്ചിട്ട് സംവരണ സീറ്റുകളിൽ നിൽക്കാൻ ഇപ്പോൾ ഇവിടുത്തെ ഏരിയ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പാർട്ടി നിശ്ചയിച്ചത് ആ വാർഡിൽ 26 പുതിയ വാർഡിൽ എന്നോട് നിൽക്കാനാണ് ആവശ്യപ്പെട്ടത്. നിലവിൽ 26 സിറ്റിംഗ് സീറ്റാണ്. BJP വാർഡാണ്. നിലവിൽ BJP വാർഡാണ്. അച്ഛൻ മത്സരിക്കുന്നതിൽ ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നത് CPM ആണ്. നിലവിൽ അവിടെ വാർഡ് കൗൺസിലർ CPM ആണെങ്കിൽ ഞാൻ സേവാഭാരതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രസിഡൻ്റായിരുന്നു, സെക്രട്ടറി ആയിരുന്നു. കൗൺസിലർ അല്ലാതെ ഇരുന്നപ്പോഴത്തേക്കും സേവാഭാരതിയിലൂടെ സേവാഭാരതിയെ താങ്ങും തളരുവാൻ നിൽക്കുന്ന ജനങ്ങളുടെ സഹായത്തോടു കൂടി ആ 8 വീടുകൾ കൊടുക്കും. അപ്പോൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നൊരു വിശ്വാസമുണ്ട്. എന്നാൽ അത് നമ്മൾ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണ്. പ്രവർത്തിക്കുന്നത് പൊതുവായ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായും ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാണ് ഞാൻ ഈ മത്സരരംഗത്തേക്ക് വീണ്ടും വരുന്നത്. ആദ്യം ഞാൻ പരാജയപ്പെട്ടു പോയെങ്കിൽ 100 വോട്ടിനാണ്. അത് 2-5 സ്വതന്ത്രന്മാരുണ്ടായിരുന്നു, അവരൊക്കെ വിധിച്ചിട്ട് പോയി. കാരണം അല്ലെങ്കിൽ ഞാൻ അന്നേ ജയിച്ചേനെ. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഓരോ വാർഡുകൾക്ക് വേണ്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ആനുകൂല്യങ്ങൾ അതാത് വാർഡിലേക്ക് എത്തിക്കാൻ, അതായത് ഞാൻ ജയിച്ചു വരുന്ന 26 പുതിയകാവ് വാർഡിലേക്ക് എല്ലാ പദ്ധതികളും എത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ 100% 80% ആളുകളുടെ പ്രശ്നങ്ങൾ മാറും. പിന്നെ നിലവിൽ ഉള്ള ടൗൺ പ്ലാനിങ് അത് BJP തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും നടപ്പാക്കാൻ പറ്റിയ പദ്ധതികളാണ്. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക എന്നുള്ള പദ്ധതികൾ, അങ്ങനെ ഒരുപാട് പദ്ധതികൾ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വാർഡിലെ തനത് ഫണ്ട്, മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്കത് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1-ാം നമ്പർ വാർഡാക്കി പുതിയകാവ് വാർഡ് മാറ്റാനുള്ള കഴിവ് പ്രാപ്തിയും പാർട്ടിക്കുണ്ട്. അതിലൂടെ ജയിച്ചു വരുന്ന കൗൺസിലർ എന്ന നിലക്ക് അത് ആ വാർഡിലേക്ക് വേണ്ടി ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മാത്രം ഞാൻ പറയും. ഈ പ്രചരണ സമയത്തൊക്കെ ഇറങ്ങുമ്പോൾ ഈ ഒരു കൗതുകമുള്ള കാര്യം തന്നെയാണ്, ഒരു വീട്ടിൽ നിന്നും അച്ഛനും മകനും മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു. അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കാറൊക്കെ ഉണ്ട് ഈ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ? അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ലെന്ന് വെച്ചാൽ ഈ അച്ഛൻ BJPയുടെ മണ്ഡലം സെക്രട്ടറിയാണ്, മകൻ ഈ തൃപ്പൂണിത്തുറ ടൗൺ ഏരിയയുടെ പ്രസിഡൻറ്റുമാണ്. അപ്പോൾ സ്ഥാനങ്ങൾ രണ്ടുപേരും ഇത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണത് ഓരോ വീടുകളിൽ പോയിട്ട് അറിയിപ്പ് വരുമ്പോഴത്തേക്കും BJPയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അത്തരത്തിൽ കാണുന്ന കാരണം ഇത് ആളുകളിലേക്ക് അങ്ങനെ അത്രയ്ക്ക് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം അല്ല. അപ്പോൾ ഇത്തവണ BJP സീറ്റ് അടക്കം പിടിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും BJP ഭരിക്കും. മുനിസിപ്പാലിറ്റി ഈ പ്രാവശ്യം BJP ഭരിക്കും. ആത്മവിശ്വാസത്തിലാണ് പറയുന്നത്. ഞങ്ങളിൽ മുമ്പ് തന്നെ ഇവിടെ ജനങ്ങളെ പറയണത് ഇത്തവണ BJP ഭരിച്ചിരിക്കുന്നു. കാരണം ആളുകൾക്ക് പൊറിഞ്ഞു കിട്ടി. കാരണം ഈ തൃപ്പൂണിത്തുറ ഒന്ന് ഈ കവലയെക്കൂടി ഒന്ന് കിഴക്കോടി ചെന്ന് നോക്കുക, ഏറ്റവും ചെല്ലുമ്പോഴത്തേക്ക് ചില കടകളൊക്കെ റോഡിലേക്ക് നടന്നു വന്ന പോലെ തോന്നും നമുക്ക്. എന്ന് വെച്ചാൽ ഒരു ബസ് വന്നാൽ പിന്നെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ പറ്റാത്ത തരത്തില്ല. റോഡിൻ്റെ വികസനം കൊണ്ടുവരിക. റോഡ് വികസിച്ചാൽ നാട്ടുകാർക്ക് വരാനും പോകാനൊക്കെ എളുപ്പം. ഒരു കച്ചവടക്കാരൻ ഇവിടെ വന്നാൽ ഒരാൾക്ക് പോയി എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടി ഇപ്പോൾ പോലീസ് പിടിക്കും. ഇപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ കിടപ്പുണ്ട്, ഉറപ്പായിട്ടും ചാർജ് കിട്ടും. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളൊരു ടൗണാണിത്. ഇവർക്കൊന്നും അറിയില്ലാണ്ടാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. പക്ഷേ നഗരം വികസിക്കണം, ആ കൂടെ ജനങ്ങളും വികസിക്കും, കൂടെ കച്ചവടം വരും, ബിസിനസ് വരും. ഇത്തവണ തൃപ്പൂണിത്തുറ നഗരസഭ BJP ഭരിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ അച്ഛനും മകനുമുള്ളത്. ആ വിശ്വാസം എന്തായാലും രക്ഷിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ജനങ്ങൾക്ക് വികസനം തന്നെയാണ് വേണ്ടത്. ആ വികസനത്തിന് നല്ല ഭരണാധികാരികൾ തന്നെയാണ് അധികാരത്തിൽ വരേണ്ടതും. ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.